അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദുനിയാവിൽ നേടണം, വാഹനം വേണം, നല്ല വീട് വേണം, നല്ല സമ്പത്ത് വേണം. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനകത്ത്, എല്ലാവരുടെയും മനസ്സിനകത്തുണ്ട്. ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എന്ത് നേടാൻ കഴിയും, എനിക്കെന്ത് നേടണം എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നവരാണ്. ദുനിയാവിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരായ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ എനിക്ക് മുന്നേറാൻ കഴിയും, എനിക്ക് എങ്ങനെയൊക്കെ വിജയത്തിലേക്ക് എത്താൻ കഴിയണം, ഇങ്ങനെ നമ്മളിങ്ങനെ വല്ലാതെ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് വേണ്ടി, ആ വിജയത്തിന് വേണ്ടി, നേടാൻ വേണ്ടി, ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളെ നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തും പറഞ്ഞും പ്രവർത്തിച്ചുകൊണ്ട് നടക്കാൻ. എന്നാൽ ഇതിനിടയിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് ആഖിറം എന്ന് പറയുന്ന ഒരു വീട് നമുക്കുണ്ട്, അവിടത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ജീവിതത്തിൽ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ലോകത്തേക്ക്, ആഖിറം എന്ന് പറയുന്ന ആ ഒരു വിശാലമായി കിടക്കുന്ന എല്ലാ നന്മ തിന്മകളെയും അവിടുന്ന് കണക്കാക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും കണക്കാക്കി വെക്കുന്നില്ല, നേടി വെക്കുന്നില്ല, നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. അള്ളാഹു തആല പറയുന്നുണ്ട്, ആ ഒരു വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, അത് നമ്മളിലേക്ക് അടുത്തിട്ടുണ്ട്, മനുഷ്യരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, വളരെ അടുത്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പടച്ചോ നമ്മുടെയൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടും നമ്മൾ വിശുദ്ധ ഖുർആനിലൊക്കെ നമ്മൾ ഓതുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ അതിനു വേണ്ടി നമ്മളാരും പരിശ്രമിക്കുകയോ ചെയ്യാറില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കാണാതെ പോകുന്ന ചില സംഭവങ്ങളാണ്, അല്ലേ? എന്നാൽ മഹാനായ ഇബ്നു ദഖീഖിൽ ഐദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ഓർമ്മയില്ലാതെ, ഇനി റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്തിയാലും നീ അത് എന്ത് ചെയ്തു, നീ എന്തിനു ചെയ്തു, അല്ലെങ്കിൽ നീ എന്തിനു പറഞ്ഞു എന്ന് അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്തൊരു കാര്യവും ദുനിയാവിൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് മഹാനായ ദഖീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു, ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുന്നൊരു കാര്യമാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. എനിക്ക് പറയാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങൾക്കും പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. നമ്മൾ മനുഷ്യരങ്ങനെയാണ്, അല്ലേ? നമുക്കൊരിക്കലും നാം ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഓക്കെയാണ് എന്ന് പറയാൻ നമ്മളെക്കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ല. അത് ആഖിറത്തിൽ നമ്മളെ ഏറ്റവും വലിയ പരാജയപ്പെടുത്തുന്നതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നു. ഒന്ന്, മനുഷ്യനിൽ ഞാനാണ് ഏറ്റവും നല്ലവൻ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, എൻ്റെതാണ് ശരി, ഞാനാണ് ശരി എന്നുള്ളൊരു ചിന്ത. ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് പരാജയപ്പെട്ടു. രണ്ടാമത്തെ പരാജയം നിരാശയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് നടക്കില്ല എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അല്ലാഹു തആല എന്നെ കാണില്ല, എന്നെ കേൾക്കില്ല എന്നുള്ളൊരു തോന്നൽ. ഇത് ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ദുനിയാവിൻ്റെ കാര്യത്തിലും ഒരു നിരാശ വന്നാൽ, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. നമുക്കവിടെ പിന്നെ വിജയമല്ല. നമ്മൾ വിജയിക്കലെപ്പോഴാണ്? എനിക്കെല്ലാം നേടാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഓക്കെയാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ദുനിയാവിലൂടെ നടന്നു കഴിഞ്ഞാലും നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ ചെയ്തതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്തയോടെ ദുനിയാവിലൂടെ നമ്മൾ നടന്നാലും നമ്മൾ പരാജയപ്പെട്ടു. അത് തന്നെയല്ലേ? എന്നാൽ ഞാൻ നിരാശനാണ് എന്നുള്ള ഒരു കാര്യം, അത് ദുനിയാവിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ആഖിറത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും രണ്ടും നമ്മളെ, രണ്ട് ലോകത്തും നമ്മളെ പരാജയപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യമാണ് റജാ, പ്രതീക്ഷ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വേണം. എൻ്റെ സിട്ടാവായ പടച്ച റബ്ബ് എന്നെ കൈവിടില്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റാണെങ്കിൽ റബ്ബിനോടത് പറഞ്ഞാൽ പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണെങ്കിൽ റബ്ബ് അത് സ്വീകരിക്കും, പ്രതിഫലം നൽകും എന്നുള്ളൊരു പ്രതീക്ഷ. ഞാൻ തളരുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല
എന്നെ ചേർത്ത് പിടിക്കുന്നുള്ളൊരു പ്രതീക്ഷ. ഈ പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും നമ്മുടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവിധ ചിന്തകളിൽ നിന്നും നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലൊരു വിജയിയായി നമുക്ക് മാറാൻ കഴിയും. ദുനിയാവിൽ നമ്മൾ ഒരുപാട് വിജയിക്കാനും സമ്പത്ത് നേടാനും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന ഒരു ലോകം നമുക്കുണ്ട്. ആ ലോകത്തും എനിക്കും നിങ്ങൾക്കും സന്തോഷമാർന്ന ഒരു ജീവിതം വേണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ മനസ്സ് വെക്കുക, നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുക. ആ സമയത്താണ് നമുക്ക് സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്നോട് പറയുന്നത്, ദുനിയാവ് മറക്കാൻ പാടില്ല. ദുനിയാവിൽ നമ്മൾ മതിമറന്ന് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല. ആഖിറത്തെയും നമ്മൾ മറക്കാൻ പാടില്ല. ദുനിയാവിലും നമ്മൾ മറക്കാൻ പാടില്ല. ദുനിയാവിലും അല്ലാഹു തആല പലതും നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇത് ആഖിറത്തിലേക്കുള്ള നമുക്ക് ചിന്തിക്കാനും നമുക്ക് പറയാനുള്ളതാണ്. അപ്പോഴാണ് ദുനിയാവും ആഖിറവും നമുക്ക് വിജയിക്കാൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ശരിയാണ് എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എൻ്റെ ഭാഗത്ത് തിരുത്താനുണ്ട് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, ഒരു മൈൻഡ് നമുക്ക് വേണം. അല്ലെങ്കിലോ ഞാൻ നിരാശനാണ്, എന്നെ ആരും സ്വീകരിക്കില്ല, എന്നെ ആരും കേൾക്കില്ല, ഞാനത് ചെയ്താൽ വിജയിക്കില്ല എന്നുള്ള ഒരു തോന്നലും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ പരാജയപ്പെടുത്തും. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്കത് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.